അല്ലെന്ന് നമ്മുടെ പറമ്പിന്റെ അകത്ത് അനുമതി ഇല്ലാതെ അവർ കയറി ചെയ്തതാ. അല്ല ജിയോ വിളിക്കണത് പഞ്ചായത്തിനോട് പറഞ്ഞിട്ട് അവർ പഞ്ചായത്ത് അറിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് ഇത് മെമ്പർ അറിയാം. രണ്ട് വാർഡിലെ മെമ്പർമാർ ഇവിടെ വേണം. 48 മണിക്കൂറിന് മുന്നേ ആ പറയുന്ന BWയുടെ അടുത്ത് 10 പേരുടെ നോട്ടീസ് ഒട്ടിച്ചു വെക്കണം. ഈ പറയുന്ന ഒരു പ്രോട്ടോകോൾ അവർ ചെയ്തിട്ടില്ല. ഈ മതിലും അവരിടിച്ചാണ്. അത് ശരി, ഇത് ഞാൻ കണ്ടില്ലായിരുന്നു. ഇവിടെ ഒരു ഓടയുള്ളതാണ്. ഇവിടെ ഭയങ്കര ഓടയാണ്. അവിടെ ഇവിടെ കലുങ്ക് കളഞ്ഞു. ഈ കലുങ്ക് പഞ്ചായത്തിന്റെ കലുങ്ക ഇങ്ങനെ വെള്ളം ഇങ്ങനെ പോകുന്നു. ഈ കലുങ്ക് പൊട്ടിച്ചു കൊടുക്കും. അതെല്ലാം ഇവിടെ വന്ന് അടിഞ്ഞു കിടക്കും. ഇവിടെ ഒരു തൊണ്ടുള്ളതല്ല, ഇങ്ങനെ അങ്ങോട്ട് തൊണ്ട് ഒഴുകി പോകേണ്ടത്. ഇത് മൊത്തത്തെ ഇവിടെ ബ്ലോക്ക് ആക്കി അവന്മാര്. ഇതിനെവിടെ വന്ന് നിൽക്കുക. അല്ല, ഇങ്ങനെ ഒരു തോന്നിയവാസം എന്ന് പറയുമ്പോഴത്തേനും അത് കലുങ്ക് കളഞ്ഞ് എല്ലാം കളഞ്ഞു. അത് ഞാൻ കണ്ടു. ഓട്ടോ കിടക്കുന്ന അവിടെ വണ്ടിയുടെ ടയറും എല്ലാം പോലും. നമസ്കാരം, ഞാനിപ്പോൾ നിൽക്കുന്നത് വെട്ടത്തുകോലാണ്. എൻ്റെ തൊട്ട് പുറകിലൊരു തോന്നിയവാസപ്പണി കാണിച്ചിരിക്കുകയാണ്. നിങ്ങൾക്കൊക്കെ കാണാം. ഇത് ജിയോയുടെ കേബിൾ ഇടാൻ വേണ്ടി കുഴിയെടുത്തതാണ്. പുതുപ്പള്ളി പഞ്ചായത്തിൻ്റെ ഈ വാർഡ് മെമ്പറുടെ യാതൊരു അനുമതിയില്ലാതെ ഇന്നലെ രാത്രിയിൽ ഏകദേശം 12 മണി കഴിഞ്ഞ് 12 മണി വരെ ഉണ്ട്. ടർഫ് 12 മണി വരെ ഉണ്ട്. ഇവരെല്ലാം ഇതിനെല്ലാം ലൈറ്റെല്ലാം ഓഫ് ചെയ്ത് പോയി രാത്രി ചെയ്ത പണിയാണ്. അവരുടെ പറമ്പിൻ്റെ അകത്ത് വരെ ഇത് കയറി ഇളക്കിയിരിക്കുകയാണ്. അതുപോലെ ഇവിടെ എല്ലാം പൈപ്പെല്ലാം പൊട്ടിച്ചിട്ടിരിക്കുകയാണ്. പുതുപ്പള്ളി പഞ്ചായത്ത് പോലും അറിയാതെ ഒരു വർക്കെന്ന് പറയുമ്പോൾ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ വാർഡിൽ ഇങ്ങനെ വന്ന് വഴി പൊട്ടിക്കുക എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ അത് തടയണം, ബലമായിട്ട് തടയണം. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് മാത്രമേ വഴി പൊട്ടിക്കാവുള്ളൂ എന്ന് പറയാനുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കട്ടായങ്ങൾ കാണിച്ചു വെക്കും. നിങ്ങളൊന്ന് കാണുക. ഇന്നലെ രാത്രി 12 മണിക്ക് ശേഷമാണ് ഇവർ ഈ വർക്ക് തുടങ്ങുന്നത്. ഒരു കാരണവശാലും നമ്മുടെ പഞ്ചായത്തിൻ്റെ ഒരു റോഡിലും രാത്രിയിൽ പണിയിക്കരുത്. കാരണം ഇതൊക്കെ സബ് കോൺട്രാക്ട് കൊടുക്കുന്നതാണ്. അവന്മാരൊക്കെ തോന്നിവാസം കാണിച്ചു പോകുന്നതിൻ്റെ ഒരു അനുഭവമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് വെട്ടത്ത് കവലയിലേക്ക് ഇന്നലെ രാത്രി ചെയ്തൊരു വർക്കാണ്. ഇതിൻ്റെ തൊട്ട് സമീപത്ത് കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്ത ടർഫാണ്. അവരുടെ ആ വേലിയും ആ നെറ്റും അതുപോലെ അവരുടെ പറമ്പിൻ്റെ കയ്യാലെല്ലാം അവരാരും ഇവിടെ ഇല്ലായിരുന്നു. ഇന്നലെ കളിയെല്ലാം തീർന്ന് അവർ ലൈറ്റ് ഓഫ് ചെയ്ത് പോയതിന് ശേഷമാണ് ഈ തോന്നിവാസം ഇവർ കാണിച്ചിരിക്കുന്നത്. ഇത് ജിയോയുടെ കേബിൾ ഇടാൻ വേണ്ടി ചെയ്ത പണിയാണ്. ഇതൊക്കെ സബ് കോൺട്രാക്ട് കൊടുത്തിരിക്കുന്നതാണ്. ഇത് SC കവല തൊട്ട് വെട്ടത്തുകോല വരെയാണ്. വെട്ടത്തുകോലയിലാണ് ഇപ്പം ഇതിൻ്റെ ഒരു ലിങ്ക് ചെയ്യുന്ന ബോക്സ് വന്നിരിക്കുന്നത്. അത് ഓട്ടോ സ്റ്റാൻഡ് അവിടെയാണ്. അപ്പം രാത്രിയിൽ ഇതുണ്ട് പൈപ്പ്, ഇതെല്ലാം ഇവർ രാത്രി JCB കൊണ്ട് ഈ വഴി എടുത്തപ്പോഴത്തേന് പൊട്ടിയതാണ്. പൈപ്പ് ലൈൻ പൊട്ടിയതാണ്. ധാരാളം കുടിവെള്ളമാണ് ഇന്ന് രാവിലെ തൊട്ട് ഇതിലെ പൊക്കോണ്ടിരിക്കുന്നത്. ഇത് രാവിലെ ഇവരെന്നെ വിളിച്ച് പറഞ്ഞാണ്. ഞാൻ സ്ഥലത്തില്ലായിരുന്നു, ഞാൻ വൈകുന്നേരമാണ് വന്നത്. അന്നേരം കണ്ട കാഴ്ചയാണ്. അപ്പം പഞ്ചായത്തിൽ വിളിച്ചപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് അറിഞ്ഞിട്ടില്ല. ഈ വാർഡ് 2 വാർഡും കൂടെ 12ഉം 13ഉം വാർഡിൻ്റെ അതിർത്തിയാണ്. 2 വാർഡിലെ മെമ്പർമാരും അറിഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു തോന്നിയവാസം നടന്നത്. കണ്ട് ഇവരുടെ ഈ സൈഡിലുള്ള പുതിയ നെറ്റൊക്കെയാണ് ഇതെല്ലാം വലിച്ചു വരുന്നുണ്ട്. JCB കൊണ്ട് ഇന്നലെ മണ്ണെടുത്തപ്പെട്ടാണ്. അതുകൂടാതെ ഈ മണ്ണ് മുഴുവൻ ഇവിടെ കൂന കൂട്ടിയിട്ടിരിക്കുകയാണ്. രാവിലെ ഓട്ടോറിക്ഷക്കാർ വണ്ടി ഇടാൻ വേണ്ടി വന്നപ്പോഴത്തേനാണ് അവരാണിത് നികത്തിയത്. അപ്പം ഇങ്ങനെയുള്ള തോന്നിവാസങ്ങളാണ് നമ്മുടെ പല വാർഡുകളിൽ നടക്കുന്നത്. അപ്പം രാത്രിയിലാണേലും പകലാണേലും ഏത് വാർഡ് JCB കൊണ്ട് പണിക്ക് വന്നാലും ജലജീവൻ്റെ ആണേലും കേബിളിൻ്റെ ആണേലും വർക്കിന് വരുമ്പോൾ പഞ്ചായത്തിൻ്റെ മെമ്പർമാരും പഞ്ചായത്ത് പ്രസിഡന്റിനെയും വിളിച്ചു വരുത്തി ഇതിന് തീരുമാനം ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ ഇവരെ കൊണ്ട് ഈ പണി ചെയ്യിക്കാവുള്ളൂ. അല്ലെങ്കിൽ ഇതുണ്ടോ, ഇത് അവസ്ഥ ഉണ്ടോ? ഈ ഓട്ടോ മാറുന്നിടത്താണ് ഇവരൊരു ബോക്സ് ഇട്ടിരിക്കുന്നത്. അതാണെങ്കിൽ ഉയർന്നു നിൽക്കുകയാണ്. ഓട്ടോയുടെ ഇപ്പം വീലൊക്കെ വരുമ്പോഴത്തേന് ഇതേ കൊണ്ട് കീറൻ്റെ സാഹചര്യം കൂടെ വരികയാണ്. അതുപോലെ ഇനിയിപ്പോൾ ഇത് വഴി ഒന്നാമത് നിങ്ങൾക്കറിയാം 10-15 വർഷമായിട്ട് തകർന്നു കിടക്കുന്ന റോഡാണ് വെട്ടത്ത് കവല SC കവല റോഡ്. അപ്പോൾ അത് ജലജീവൻ്റെ പൈപ്പിൻ്റെ കുഴിയെടുത്തപ്പോൾ അത് വീണ്ടും ആ റോഡിൻ്റെ അവസ്ഥ വളരെ മോശമായി. ഇപ്പോൾ ഈ കേബിളും കൂടെ ഇട്ട് കഴിയുമ്പോൾ തന്നെ ഇവിടെ മുഴുവൻ പൊടിശല്യമായിട്ട് മാറുകയാണ്. ഇവിടെ ഇപ്പോൾ ഒരു മനുഷ്യന് നിൽക്കാൻ മേലാത്ത അവസ്ഥയാണ്. അതുപോലെ ഇവിടെ ഈ ടർപ്പിൻ്റെ പുറകുവശത്ത് അവരുടെ അനുമതി ഇല്ലാതെയാണ്, അവരുടെ കയ്യാല പൊളിച്ചിട്ടാണ് ഈ കേബിൾ ഇട്ടിരിക്കുന്നത്. കണ്ടോ, ഇത് ആ പറമ്പിൻ്റെ ഉടമസ്ഥൻ്റെ കൺസെൻറ്റ് ഇല്ലാതെ ചെയ്തിരിക്കുന്നതാണ്. അതുപോലെ JCB കൊണ്ട് ഇവിടെ എടുത്തപ്പം തൊട്ട് സമീപത്ത് ആ പുറത്തെ വീട്ടുകാരുടെ മതിലിൻ്റെ കയ്യാലെല്ലാം ഇടിഞ്ഞിട്ടുണ്ട്. അത് അവരറിഞ്ഞു തന്നെ സംശയമാണ്. അല്ല, അന്നേരം ഇവിടം വരെ അമ്മമാർ ചെയ്തുള്ളൂ. അന്നേരം അവിടം വരെ കറക്റ്റ് ഇവിടെ ചെയ്തോളൂ. ഇതിപ്പോ അങ്ങോട്ട് ചെയ്തില്ല. അന്നേരം അങ്ങോട്ട് ഒന്നും ചെയ്തില്ല. അല്ല, അവിടുന്ന് കുഴിച്ചു തുടങ്ങിയത്. അല്ല, നിങ്ങൾ ഇവിടെ കളി നിർത്തുമ്പോൾ എത്ര മണിയായി? 3:30. അതുവരെ അന്നേരം പണിയുണ്ട്. അന്നേരം ഇവിടം കൊണ്ട് തീർത്ത് ഇങ്ങനെ നിൽക്കുക. അപ്പൊ ഈ കറക്റ്റ് മറ്റേ
ഇടിയുടെ ഇത് പോകുന്നുണ്ടല്ലോ അത് കട്ടായി പോയെന്ന് പറഞ്ഞ് ഇമാർ ഇങ്ങനെ നിൽക്കും എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുന്ന ഭാഗം. അപ്പൊ ഞാൻ ചോദിച്ചു ലൈൻ പൊട്ടിയൊന്നും ലൈൻ പൊട്ടിയ മോനെ വെള്ളം വരുത്തുന്നു ചോദിച്ചു. അപ്പൊ എപ്പോഴും ലൈൻ പേരൂരിൽ ഓപ്പൺ ആക്കണ്ടെന്ന് ചോദിച്ചു. ഇപ്പൊ 2 മണിയായപ്പോ പേരൂർ ലൈൻ ഓപ്പൺ ആയപ്പോ വെള്ളം തള്ളാൻ തുടങ്ങി. അത് മാത്രല്ല നമ്മളോടൊരു കൺസെന്റ് പോലില്ല, നമ്മുടെ പറമ്പിൽ കയറിയ സാധനം ചെയ്യാന്ന് പറഞ്ഞത് വളരെ ഇതിപ്പോ നമ്മുടെ പറമ്പിലിട്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ വേലിയല്ല ഇതെല്ലാം കളഞ്ഞല്ലോ. എന്റെ വിനോദേട്ട കഴിഞ്ഞ 10-35,000 രൂപ മുടക്കി പുതിയ വേലിട്ട സർവ്വ വേലിയും പറഞ്ഞു. സർവ്വ വേലി എന്ന് പറഞ്ഞാൽ അത് കണ്ടോ, ആ ഒരു ഭാഗത്തു തൊട്ട് നടുക്കൂന്ന് മുഴുവൻ കണ്ടിച്ച് അവന്മാര് ഇത് ഭംഗി കാണിച്ചത്. ഇത് GB കൺസ്ട്രക്ഷൻ സിസ്റ്റം പറഞ്ഞ എങ്ങാണ്ടാണ് അവരുടെ വണ്ടിയെ കിടന്നിരുന്നത്. അല്ല അത് സബ് കോൺട്രാക്ട് ആയിരിക്കും, അവരുടെ പണി ആയിരിക്കും. ചെയ്ത ആളുടെ ആര് ചെയ്തെന്ന് പറഞ്ഞാൽ ആ ചെയ്യുന്ന വ്യക്തിക്ക് ഒരു മിനിമം ധാർമ്മികത വേണ്ടേ. തന്നെ അതെ. അല്ല ഇവിടെ ഇപ്പൊ ഒരു ബോക്സ് ഇട്ടിരിക്കുന്നു, ഓട്ടോ സ്റ്റാൻഡിന്റെ അകത്ത് കയറ്റി അവർ ആ ബോക്സ് അവർ ഇട്ടിരിക്കുന്നത്. ഇതിന്റെ നടുക്ക് ഒരു ബോക്സ് പോലെ ഇട്ടിട്ടുണ്ട്. അത് മിനിഞ്ഞാന്ന് മേടിച്ച പുത്തൻ വേലി മുഴുവൻ കളഞ്ഞേക്കാം. വിനോദത്തിനൊക്കെ എപ്പോഴും പറഞ്ഞ ആളെ ഉദ്ഘാടനത്തിന് മുന്നേ മേടിച്ച പുത്തൻ വേലി ഈ ഒരു പോർഷൻ തൊട്ട് ഇതെല്ലാം കളഞ്ഞിരിക്കും അല്ലേ. അല്ല പഞ്ചായത്ത് പ്രസിഡന്റ് പോലും അറിഞ്ഞില്ല ഇങ്ങനെ ഒരു വർക്ക് പഞ്ചായത്ത് വിളിച്ചു കഴിഞ്ഞപ്പോ അവിടുന്ന് ഇത് PWD അല്ലല്ലോ, പഞ്ചായത്ത് റോഡ് പെർമിറ്റ് എടുത്തിട്ടില്ല. പഞ്ചായത്തിൽ പോയി അന്വേഷിച്ചു, പഞ്ചായത്ത് റോഡ് എടുത്തിട്ടില്ല. അവരൊരു കൺസെന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഇന്നിപ്പോ അംബേദ്കർ ജയന്തി നാളെ മറ്റേ വിഷയം കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പൊ അവര് മറ്റന്നാൾ എല്ലാം ഞാനിപ്പോ ഈ പച്ചനെ വിളിച്ചായിരുന്നു. ഇങ്ങനെ അവന്മാര് JCBയുടെ മറ്റേ ഇതാണ്ട് കൊണ്ടുവന്ന ബാലൻസർ ഏതാണ്ട് കൊണ്ടത് അത് കീറി. പിന്നെ ഇതിപ്പോ നമ്മള് ഈ പോർഷൻ ഇപ്പൊ അവന്മാരെ കൊണ്ട് നമ്മൾ തിരിച്ചു വെപ്പിക്കും. അത് അല്ല ഇനിയിപ്പോ ഇമാര് പണി തീർത്തിട്ട് പോയതാണോ കണ്ടല്ലോ. സമയത്ത് ഇത്രയും വെള്ളം കളയാന്ന് പറയുന്നത് നശിപ്പിക്കാന്ന് പറയാൻ തന്നെ അത് വാട്ടർ അതോറിറ്റി ഇവർക്കെതിരെ ഫൈൻ ഇടേണ്ടത് തീർക്കേണ്ട കേസാണിത്. അതെ ഞാൻ പറഞ്ഞത് പറയട്ടെ ഞാൻ മാറ്റി. ഈ വാർഡിലെ മെമ്പറും പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റുമായിട്ടുള്ള ഗീതാ ഷിജു ആണ്. നമുക്ക് മെമ്പറെ ഒന്ന് വിളിക്കാം. മെമ്പറെ നമസ്കാരം. നമ്മുടെ വെട്ടത്തോലയിൽ ഒരു പണി കാണിച്ചു വെച്ചിരിക്കുന്നത് അറിഞ്ഞായിരുന്നല്ലോ അല്ലേ? ഇത് കണ്ട ഇവിടെ പൈപ്പെല്ലാം പൊട്ടിച്ചു, അതുപോലെ ഇവിടെ ഓട ഉണ്ടായിരുന്നതെല്ലാം ഇതെല്ലാം മൊത്തം ഒരു കളഞ്ഞ് നശിപ്പിച്ചിട്ടേക്ക്. അതുകൂടെ അതുപോലെ വാഴയിലെ മോന്റെ പറമ്പിന്റെ അവരുടെ അനുമതി ഇല്ലാതെ കയ്യാല 2 വീട്ടുകാരുടെ കയ്യാല കളഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് പഞ്ചായത്ത് അറിയാതെ ഇങ്ങനെ ഒരു സംഭവം ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ഒരു മോശം. ഇത് കുറച്ചുനാൾ മുമ്പ് ഈ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ഒരു ഇതുപോലെ തന്നെ നമ്മുടെ SC റോഡ് ജിയോയുടെ ഒരു വർക്ക് ചെയ്തായിരുന്നു. അന്നേരം അന്ന് അവരോട് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അന്ന് പഞ്ചായത്തിൽ ഈ വഴി പൊട്ടിക്കാൻ പൈസ അടച്ചതാന്ന് പറഞ്ഞു. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് അവർ അതിന്റെ പൈസ അടച്ചാന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് തോന്നുന്നു അവർ ചിലപ്പോൾ അതിന്റെ വർക്ക് ചിലപ്പോൾ ഇപ്പോഴായിരിക്കും തീർക്കുന്നത്. തിരിച്ചു ചെയ്യണം. അതുപോലെ ഓട്ടോ സ്റ്റാൻഡിൽ കൊണ്ടുപോയി അവർ ഒരു ബോക്സ് ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. ഞാൻ പ്രമോദിനെ കൂടെ ഒന്ന് വിളിക്കാം. പ്രമോദ് അന്ന് ഞാൻ ചോദിച്ചപ്പം പറഞ്ഞു അന്ന് ഒരു പൈസ അടച്ചതാന്നൊക്കെ അന്ന് ജിയോക്കാര് പറഞ്ഞത്. അതെ അതെല്ലാം പറഞ്ഞു. അതുകൊണ്ട് ഇവിടെ കേബിളെല്ലാം കിട്ടും. അത് തന്നെയല്ല ഇവിടെ ഓടയുള്ളത്. ഇനിയിപ്പോ പൈപ്പ് പൊട്ടി കിടക്കുന്നുണ്ടായിരുന്നോ? ഇത്രയും വെള്ളം പൊക്കോണ്ടിരിക്കും. ഇവിടെയെല്ലാം കുടിവെള്ളത്തിന് പ്രശ്നമുള്ളടത്ത് ഇതുപോലെ വെള്ളം പൊക്കോണ്ടിരിക്കും. ഇത് ജിയോയുടെ കേബിൾ ഇടാൻ വേണ്ടി ഇതൊക്കെ സബ് കോൺട്രാക്ട് കൊടുത്തിരിക്കുന്നതായിരിക്കും. അവന്മാരാണ് ഈ രാത്രിയിൽ ഇത് കാണിച്ചിരിക്കുന്നത്. അതുപോലെ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. പഞ്ചായത്തിൻ്റെ ഏത് റോഡാണേലും ഇതുപോലെ വന്ന് JCB കൊണ്ട് ജലജീവൻ്റെ ആണേലും വെട്ടിപ്പൊളിക്കാൻ ഒരുങ്ങുമ്പോഴത്തേന് ആ വാർഡിലെ മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ചു വരുത്തി തീരുമാനം ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ വെട്ടിപ്പൊളിക്കാവുള്ളൂ. അല്ലെങ്കിൽ ഇതുപോലെയുള്ള നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യും. ഇതിൻ്റെ ദുരിതം മുഴുവൻ അനുഭവിക്കേണ്ടത് ജനങ്ങളാണ്. കണ്ടില്ലേ? ഇനി ഇത് എത്ര ദിവസം കിടന്നാലും ഇവന്മാർ ഇനി ഇതിൻ്റെ പണിക്ക് വരുമ്പം ഇവന്മാരെ ഒന്നും വിടരുത്. ഇതിൻ്റെ മുഴുവൻ നഷ്ടപരിഹാരവും മേടിച്ച് ഇത് പഴയപടി ആക്കിയിട്ട് ഇവനെയൊക്കെ വിടാവുള്ളൂ. അതുവരെ ഇവൻ്റെ ഒന്നും പണി ചെയ്യിപ്പിക്കരുത്.